അത്തം 10-ന് തിരുവോണം ഇത്തവണ അത്തം 11-ന് എത്തിയതുകൊണ്ട് തന്നെ നമ്മുടെ നബിദിന ഓണൊക്കെ ഒരു ദിവസമായിരുന്നല്ലോ. അപ്പോൾ നബിദിന റാലി കണ്ടുകൊണ്ടാണ് ഞാൻ പൂക്കളിടുന്നതൊക്കെ കേട്ടോ. നമ്മുടെ പൂക്കളിടൽ ഒരു വിധമായപ്പോഴത്തേനും അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേനും ഞാൻ എൻ്റെ പൂക്കളിൽ തീർത്തിട്ട് കുളിക്കാൻ പോയി. കുളിച്ച് വന്നപ്പോഴത്തേനും നമ്മുടെ പൂക്കളത്തിന് എന്തൊക്കെയോ പരിക്ക് പറ്റിയിട്ടുണ്ട്. അത് നമ്മുടെ നക്ഷമൻ്റെ വകയാണ്, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ അത് പുറത്ത് പൂക്കളിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും ഇവരുടെ നബിദിന റാലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടാട്ടോ ഈ പൂക്കളിടാതിരിക്കുന്നത്. ഇതൊക്കെ ശരിക്കും നമ്മൾ ഭാവി തലമുറയ്ക്ക് കൊടുക്കുന്ന നല്ല നല്ല ഒരുപാട് മെസ്സേജുകളാണ് കേട്ടോ. പിന്നെ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഓണം ഔട്ട്ഫിറ്റ്. ഞാൻ അച്ഛനെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതായിരുന്നു കേട്ടോ, മെറ്റീരിയൽ എടുത്തിട്ട്. അപ്പോഴേക്കും അമ്മ സദ്യ വിളമ്പാനുള്ള പരിപാടികളൊക്കെ നോക്കി തുടങ്ങിയിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിഭവങ്ങളെ ഒക്കെ നമ്മൾ കഴിക്കുന്ന ഐറ്റംസ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒക്കെ അമ്മ തന്നെയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ വിളമ്പായിരുന്നു കേട്ടോ. ആദ്യം വിളമ്പിയത് പുളിഞ്ചിയാണ്, പിന്നെ കാളം വിളമ്പി, അവിയൽ വിളമ്പി. സത്യം പറയാൻ സദ്യ ഇങ്ങനെയൊന്നല്ല വിളമ്പുന്നതിന് കുറച്ച് ചിട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ എൻ്റെ കൈ കിട്ടിയത് അങ്ങനെ വിളമ്പി പോയിന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെ ഓണത്തിനും വിഷുവിനൊക്കെ നോൺ വെജ് ഐറ്റംസ് ഉണ്ടാക്കും കേട്ടോ. ചില ഭാഗങ്ങളിലൊന്നും നോൺ വെജ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കില്ല എന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ അവിടെ ഉണ്ടാക്കി നമ്മുടെ വിഭവങ്ങൾ എന്നൊക്കെ പുളിഞ്ചി, കാളൻ, അവിയൽ, ചിക്കൻ റോസ്റ്റ്, മീൻ പൊരിച്ചത്, പിന്നെ നമ്മുടെ ശർക്കര ഉപ്പേരി, ചിപ്സ്, പിന്നെ ചോറും സാമ്പാറും, മെയിനായിട്ട് പായസവും. പക്ഷേ ഇന്ന് ഞാൻ മിസ് ചെയ്തത് അച്ചാറായിരുന്നു കേട്ടോ. അച്ചാർ ഞങ്ങൾ വിട്ടുപോയി. അങ്ങനെ നമ്മുടെ സദ്യയൊക്കെ അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും കഴിക്കായിരുന്നു കേട്ടോ. എല്ലാം കൂടി കൂട്ടി കുഴച്ചിങ്ങനെ കഴിക്കണം. സദ്യയിലുള്ള എല്ലാ ഐറ്റംസും കൂടി ഭയങ്കര അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ. അങ്ങനെ എല്ലാം കൂടി എടുത്തിട്ട് ഞാൻ നല്ല ആസ്വദിച്ചിരുന്നുകൊണ്ട് തന്നെ സദ്യ കഴിച്ചു കേട്ടോ. എനിക്ക് സദ്യ കഴിക്കുമ്പോൾ ഇതുപോലെ എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് കഴിക്കാനാണ് ഇഷ്ടം. അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ പായസം എത്തിയിട്ടു നല്ല കുറുകിയ നല്ല പാലട പായസമായിരുന്നു. അതും ഇലയിൽ തന്നെ ഇട്ട് കഴിച്ചു. പിന്നെ ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഇവിടെ കസാരകളി അങ്ങനത്തെ പരിപാടികളൊക്കെ തുടങ്ങുന്നതിൻ്റെ ബഹളമായിരുന്നു. ഫസ്റ്റ് റൗണ്ട് ഞങ്ങളെല്ലാവരും കൂടി കയറി. ഞാൻ അതിഗംഭീരമായി പൊട്ടിയിട്ടുണ്ട്. എന്നാൽ ലാസ്റ്റ് റൗണ്ടിലാട്ടോ ഞാൻ പൊട്ടി മാറിയത്. സൗമ്യമായിരുന്നു ജയിച്ചത്. പിന്നെ ഇവരുടെ റൗണ്ടായിരുന്നു. ഇത് ഫുള്ള് കള്ളക്കളിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും പാപ്പ നമ്മളെ നേരെ ബീച്ചിൽ കൊണ്ടുപോയിട്ടോ. അങ്ങനെ ബീച്ചിലേക്ക് പകുതി ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വീട്ടിലേക്ക് പോയിരിക്കായിരുന്നു. ഓണമായപ്പോൾ സൗമ്യമ്മയും പിള്ളേരൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്തവണത്തെ ഓണത്തിന് പാപ്പ നല്ല അടിപൊളി ലുക്കിലൊക്കെ ആയിരുന്നു. പിന്നെ ബീച്ചിലെത്തിയപ്പോഴത്തേനും ചിലർ വീഡിയോ എടുക്കുന്നു, വെള്ളത്തിൽ കളിക്കുന്നു, അങ്ങനെ ബഹളമായിരുന്നേ. പക്ഷെ ഞാൻ ഇതിലൊന്നും പെടാതെ ആ സൂര്യാസ്തമയ സമയത്ത് ചെന്നുകൊണ്ട് തന്നെ മൈഗ്രെയിൻ അടിച്ചൊരു സൈഡിൽ മാറിയിരിക്കുകയായിരുന്നു. ഒടുക്കത്തെ തലവേദനയായിരുന്നു കേസ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ഓണമൊക്കെ. നിങ്ങളുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ അത്രയുള്ള അടുത്തൊരു വീഡിയോ. ഓക്കെ, ബൈ.